KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സ്ഥാനചലനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിലാണ് അദ്ദേഹം അതിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് പഠിച്ച് വിലയിരുത്തിയാണ് 20 സീറ്റുകളും തങ്ങൾ നേടും എന്ന ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുന്നത്. പ്രിയ പ്രവീണ, ഇതാണ് UDFിൻ്റെ ആത്മവിശ്വാസം. ഒരിക്കൽ കൂടി KPCC അധ്യക്ഷൻ പറയുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നേരത്തെ പ്രിയ പ്രവീണ പറഞ്ഞതുപോലെ 3 ഇടങ്ങളിലെങ്കിലും അടിതെറ്റാനുള്ള ഒരു സാധ്യതയുള്ളതായിട്ടും UDFിൽ വിലയിരുത്തലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ഈ ആത്മവിശ്വാസങ്ങളുടെ എല്ലാം? പക്ഷേ ഭൂരിപക്ഷവും തങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന് UDF വിശ്വസിക്കുന്നുണ്ട്. ആ എക്സ് ഫാക്ടറായിട്ട് UDF കണക്കാക്കുന്നത് എന്താണ്? സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണോ? അതല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഫാക്ടറാണോ? അതല്ല നരേന്ദ്രമോദിയും ഒപ്പം കേന്ദ്രത്തിലുള്ള ഒരു ഭരണത്തിൻ്റെയും വിലയിരുത്തലാകും തങ്ങൾക്ക് അനുകൂലമായി തീരുക എന്നതാണോ? കേരളത്തിൽ UDFും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വികാരം, അത് വോട്ടായി മാറും എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ള ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ ഒരു ആഗ്രഹവുമുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഒരു വോട്ടിംഗ് ആയിരിക്കും. അത് കോൺഗ്രസിന് അനുകൂലമാകും, UDFിന് അനുകൂലമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ പറയുമ്പോൾ ഈ 20-20 എന്ന് പറയുന്നത് വിശകലനമൊക്കെ കഴിഞ്ഞ ശേഷവും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും, കാരണം ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ ഏകീകരണമൊക്കെ നടന്നിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് കരുതിക്കൊണ്ടാണ് KPCCയും അതുപോലെ തന്നെ AICC നിയോഗിച്ച സംഘവും ഒക്കെ ഇവിടെ നിന്നും 20-20 എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പറയുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടിക്കുള്ളിൽ വലിയ തലവേദനയാകുന്നുണ്ട്, വലിയ ടെൻഷൻ ആകുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഭരണവിരുദ്ധ വികാരം അത്ര കണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ കോൺഗ്രസിന് UDFിന് ആയിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് മുതിർന്ന നേതാക്കൾ തന്നെ വിമർശനങ്ങളായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നേതാക്കളുടെ, പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ വീഴ്ചയായിട്ടാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇരുപക്ഷം തിരിഞ്ഞു നിന്നതിന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സീറ്റെങ്കിലും നഷ്ടമായാൽ പോലും 19-1, കഴിഞ്ഞ തവണത്തെ 19-1 എന്നുള്ള നിലയിലായാൽ പോലും ഈ ആരോപണം ശക്തമാകും. കാരണം ഇത്രയും വലിയൊരു അനുകൂല സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടും അത് അനുകൂലമാക്കി എടുക്കാൻ കോൺഗ്രസിന് KPCCക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വീഴ്ചയിട്ടില്ല എന്ന് തന്നെയല്ലേ UDFും കരുതുന്നത്? കഴിഞ്ഞ തവണത്തെ ഒരു വലിയ രാഹുൽ പ്രഭാവം ഇത്തവണ ദേശീയ തലത്തിലൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ ആ ഒരു ഗുഡ് ഫീൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണത്തെ അത്ര ഉണ്ടായിരുന്നോ? അരുൺ, അത് കറക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ രാഹുലിന്റെ ഒരു തരംഗത്തിൽ, രാഹുലിന്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ കയറിപ്പോകുന്ന കോൺഗ്രസിന് ഇത്തവണ ആ പ്രതീക്ഷയില്ലെന്ന് മാത്രമല്ല, വയനാട്ടിൽ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന് ഉറപ്പിക്കുമ്പോഴും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കുറച്ചെങ്കിലും വോട്ട് കുറയും എന്നുള്ള കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അതായത് രാഹുൽ തരംഗം ഇത്തവണ ഒരു ഫാക്ടറെ ആയി മാറുന്നില്ല എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. പകരം ഷാഫി എന്നുള്ള ഒരാളിനെ വടകരയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ സ്ട്രോക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം, അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ലീഗിന് ചില അതൃപ്തിയൊക്കെ കണ്ണൂരിൽ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് വിലയിരുത്തൽ. ഇതായിരിക്കും കാരണം വടകരയിൽ ഒരുപക്ഷെ മുരളീധരനാണ് മത്സരിച്ചിരുന്നതെങ്കിൽ പത്മജ പോയി, എന്നാൽ ഇനി ചേട്ടനും പോകുമോ എന്നുള്ള ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കുണ്ടായി. അവിടെയും തോൽക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. TN പ്രതാപന് അവിടെ ത്രികോണ മത്സരം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ TN പ്രതാപന്റെ സീറ്റും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം മറികടന്ന് ഷാഫി എന്നുള്ളൊരു വികാരത്തിന് കൊണ്ടുവന്ന് ആ സീറ്റുകൾ കൂടി നിലനിർത്താനായി എന്നുള്ള പ്രതീക്ഷ കൂടി രാഹുൽ ഗാന്ധിയുടെ പ്രഭാവത്തെക്കാൾ ഈ വടകരയിലെ ഷാഫി ഉണ്ടാക്കിയ ഒരു മാസ് എൻട്രിയും അതുമായി തുടർന്നുള്ള അനുരണനങ്ങളും കോൺഗ്രസിന്റെ ക്യാമ്പിൽ ആത്മവിശ്വാസം നൽകിയെന്നാണ് പ്രവീണയുടെ വിലയിരുത്തൽ. ടു ആൻ എക്സ്റ്റെന്റ് അത് ശരിയുമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായതും വടകരയാണ്. നമ്മൾ LDFിലെ എക്സ് ഫാക്ടറിലേക്ക് എത്തിയാൽ, ശ്രീജിത്ത്, LDFിന്റെ എക്സ് ഫാക്ടർ എന്തായിരിക്കും? അതിൽ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് CPM നടത്തിയിരിക്കുന്ന വിവിധ പരിപാടികൾ, പൗരത്വ നിയമ ഭേദഗതി, സിവിൽ കോഡ് വിഷയമടക്കത്തിൽ നടത്തിയ സെമിനാറുകൾ, ഇതെല്ലാം വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. സമസ്തയുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കങ്ങൾ, ഇതാണോ എക്സ് ഫാക്ടറായിട്ട് മാറാൻ സാധ്യതയുള്ളത്? നമ്പർ 2, മുതിർന്ന നേതാക്കളെ ഇറക്കി ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കണ്ട് കേന്ദ്രത്തിൽ BJPക്കെതിരെ ഇടത് സാന്നിധ്യം ഉണ്ടാവണമെന്ന രാഷ്ട്രീയ സന്ദേശം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കേന്ദ്രത്തിനെതിരെയുള്ള ഒരു വികാരം ഈ ജനസദസ്സുകളിൽ LDF നേരത്തെ തന്നെ പ്രചരിപ്പിച്ചതും ഒരു എക്സ് ഫാക്ടറായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? ഇതിൽ ഏത് എക്സ് ഫാക്ടർ ആയിരിക്കും തുളച്ചിട്ടുണ്ടാവുക LDFിനെ?
അരുൺ, ന്യൂനപക്ഷ ഏകീകരണം എന്നുള്ള പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് നല്ല നിലയ്ക്ക് ലഭിച്ചു എന്നതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് 8 മുതൽ 12 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്ന ഒരു വിലയിരുത്തലിലേക്ക് CPM നേതൃത്വവും LDF നേതൃത്വവും എത്തിയത്. കാരണം കേന്ദ്രത്തിൽ ഇനിയൊരു അവസരത്തിൽ കൂടി BJP സർക്കാർ വരുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണിയാണ് എന്ന LDFിൻ്റെ പ്രചരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ ചലനങ്ങൾ ഉണ്ടാക്കി, ആശങ്ക ഉണ്ടാക്കി. ഈ ആശങ്ക വോട്ടായി മാറും എന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടിലാണ് ഏറ്റവും ശക്തമായ പ്രതീക്ഷ വെക്കുന്നത്. അതൊരു എക്സ്ഫാക്ടറായി CPM-ഉം LDF-ഉം കരുതുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഈ ന്യൂനപക്ഷ വോട്ടുകളിലെ ഏകീകരണം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഇന്ന് ജയിച്ചു പോകുന്ന ആളുകൾ BJP-ക്ക് എതിരായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതല്ലേ നല്ലത് എന്ന തരത്തിലുള്ള വികാരവും ഈ ലീഗ് അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ലീഗിൻ്റെ ശക്തിവർഗങ്ങൾക്ക് പുറത്ത് സമസ്ത അടക്കമുള്ള വിഭാഗങ്ങളുടെ നിലപാടുകളും മറ്റും CPM-ന് കൂടി അനുകൂലമായി മാറും. മുസ്ലിം വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടും നേരത്തെ തന്നെ തുടങ്ങിവെച്ച ക്യാമ്പയിനും ഒരു തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഒരു പ്രതികരണം ഉണ്ടാക്കിയെന്നും കരുതുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ന്യൂനപക്ഷ ഏകീകരണം തങ്ങൾക്ക് കരുത്തായ ഒരു എക്സ്ഫാക്ടറായി മാറും എന്ന് CPM-ഉം LDF-ഉം പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്രത്തിനെതിരെ നേരത്തെ നടത്തിയൊരു ക്യാമ്പയിനുണ്ട്. അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും മറ്റും ഈ കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു. ആ ഘട്ടത്തിൽ അത്തരത്തിൽ കേന്ദ്രവിരുദ്ധ വോട്ടുകളെ LDF-ന് അനുകൂലമാക്കി മാറ്റാനും കഴിഞ്ഞു എന്നും കരുതുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി, അതായത് ഒരു ചാൻസും എടുക്കാതെ ഇപ്പോൾ ആലത്തൂരിൽ K. രാധാകൃഷ്ണനെ പോലെ ഒരാളെ ഇറക്കുന്നു, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുന്നു, KK ശൈലജയെ വടകര മത്സരിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വവും തങ്ങൾക്ക് അനുകൂലമായ ഫലമുണ്ടാക്കി എന്നാണ് CPM നേതൃത്വവും LDF നേതൃത്വവും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ രണ്ട് ഫാക്ടറുകളായിരിക്കും തങ്ങളെ തുണയ്ക്കുക എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പൊതുവിൽ നോക്കുമ്പോൾ LDF-ന്റെ ബേസ് വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അധിക പിന്തുണ കൂടി ലഭിക്കുമ്പോൾ വിജയം ഉറപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് CPM വെച്ച് പുലർത്തുന്നത്. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ശ്രീജിത്ത് വളരെ കൃത്യമായി തന്നെ എക്സ് ഫാക്ടറുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് പോകേണ്ടത് രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, BJP-യുടെ എക്സ് ഫാക്ടർ ഇപ്പോൾ തൃശ്ശൂരിലാണ്. രഞ്ജിത്ത് പറയുന്നത് പോലെ BJP-ക്ക് കൂടുതൽ ആത്മവിശ്വാസമുള്ളത്, കാരണം അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല എന്നൊരു ആരോപണം ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് അത് ഉന്നയിച്ചിരുന്നു. അതൊരു സെൽഫ് ഡിഫൻസ് അവിടെ ഇല്ല എന്നുള്ളത് ആത്മവിശ്വാസം ഏറ്റുന്നു എന്നതിൻ്റെ തെളിവായി കണക്കിലാക്കിയാൽ തൃശ്ശൂരിൽ എക്സ് ഫാക്ടർ സുരേഷ് ഗോപി നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നടത്തിയ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ക്യാമ്പയിനുമാണോ പ്രധാനപ്പെട്ട എക്സ് ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ടാവുക? ഡോക്ടർ അരുൺ, ഇപ്പോൾ PR പ്രവീണയും ശ്രീജിത്തുമൊക്കെ സംസാരിച്ചപ്പോൾ രണ്ട് കൂട്ടരും ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുമെന്ന UDF-ന്റെയും LDF-ന്റെയും പ്രതീക്ഷ പങ്കുവച്ചു. അതുതന്നെയാണ് BJP-യുടെയും പ്രതീക്ഷ. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്നുള്ളതാണ് BJP-യുടെ ആദ്യത്തെ എക്സ് ഫാക്ടറായി കണക്കാക്കേണ്ടത്. കാരണം തൃശ്ശൂരിൽ സുനിൽകുമാർ ജയിക്കും എന്നൊരു പ്രതീക്ഷ LDF-നുണ്ട്, ജനങ്ങൾക്കിടയിലുമുണ്ട്. കാരണം സുനിൽകുമാർ അത്രത്തോളം ജനകീയനാണ്. അതുപോലെ K. മുരളീധരനെ പോലെ ഒരു ബഡാ ഫൈറ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങോട്ടും പോവേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ തവണയൊക്കെ TN പ്രതാപന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ, BJP വിരുദ്ധ വോട്ടുകൾ ഇത്തവണ സ്പ്ലിറ്റായി എന്നുള്ളതാണ് BJP-യുടെ ആദ്യത്തെ കണക്കുകൂട്ടൽ. രണ്ടാമത്തത് സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ടുകളാണ്. സുരേഷ് ഗോപി സാധാരണ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ കിട്ടുന്ന വോട്ടുകളാണ്. മൂന്നാമത്തത് BJP ക്രിസ്ത്യൻ സമുദായത്തിൽ വോട്ട് സമാഹരിക്കാൻ വേണ്ടി നടത്തിയ സംസ്ഥാന വ്യാപകമായി നടത്തിയ ശ്രമങ്ങൾ, അനിൽ ആന്റണിയെ പോലുള്ള സ്ഥാനാർത്ഥിയാക്കിയതുമൊക്കെ തൃശ്ശൂരിൽ ഗുണമാവും എന്നുള്ളൊരു കണക്കുകൂട്ടൽ BJP-ക്കുണ്ട്. അതോടൊപ്പം BJP-യുടെ ഒരു ബേസ് വോട്ടും BJP-ക്ക് കിട്ടുന്നു. അതുപോലെ ഇത്തവണ ഈഴവ സമുദായത്തിൻ്റെ ഒരു പിന്തുണ BJP-ക്ക് ചില മണ്ഡലങ്ങളിലും എങ്കിലും അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ 4 ഫാക്ടറുകൾ തൃശ്ശൂരിൽ ഗുണമാകും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും സമാനമായി തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും കൃത്യമായി LDF-ന്റെയും UDF-ന്റെയും വോട്ടുകൾ അവരവരുടെ പെട്ടിയിൽ വീഴുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു പ്രതീക്ഷ BJP-ക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്തും PR പ്രവീണയും ശ്രീജിത്തും ഒപ്പം തന്നെ നോബൽ മാരിക്കാരനുമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് ഫലങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് അവസാനഘട്ട ദിവസം ഈ പ്രഭാതത്തിൽ വിലയിരുത്തലുകളുമായി എത്തിയത്. ഇനി വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകർ കാണാൻ പോകുന്നതും തെരഞ്ഞെടുപ്പിന്റെ അടിയൊഴുക്കുകളെ നിശ്ചയിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആഴമേറിയ വിശകലനങ്ങളും പ്രതീക്ഷകൾ പങ്കുവയ്ക്കലും ഒക്കെയാണ്. വൈകുന്നേരം എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരും തയ്യാറായിരിക്കുക.